ബോളിവുഡ് നടൻ സൈഫ് അലി ഖാനെ കുത്തിപ്പരുക്കേൽപ്പിച്ച പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അക്രമത്തിന് ശേഷം പ്രതി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യം പോലീസ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. മുംബൈ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നു. മുംബൈയിൽ നിന്ന് ചേരുന്നത് ശ്രീനാഥ് ചന്ദ്രനാണ്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ഈ കാര്യത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ടല്ലോ. കാരണം ഇത്രയും നിലകളുള്ള ഫ്ളാറ്റിന്റെ ഒരു നിലയിൽ നിന്ന് മാത്രമാണ് CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഈ ബാന്ദ്രയിലെ ഈ മേഖലയിൽ ഇത്രയും സുരക്ഷയുള്ള ഒരു ഫ്ളാറ്റിൽ എങ്ങനെ ഒരാൾക്ക് കടക്കാനും ഒപ്പം തന്നെ അതേ വേഗതയിൽ രക്ഷപ്പെടാനും സാധിച്ചു എന്നതൊക്കെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ എപ്പോൾ ലഭിക്കും? ഒപ്പം തന്നെ ഇപ്പോൾ സൈഫ് അലി ഖാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന വാർത്ത തന്നെയല്ലേ വരുന്നത്? സ്മിത, ഗുഡ് മോർണിംഗ്. ഈ കേസിൽ ഏറ്റവും നിർണായകമാവുക ഈ പ്രതിയുടെ അറസ്റ്റ് തന്നെയാണ്. ഈ പ്രതി ഏതായാലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇയാൾ എവിടെയാണ് എന്ന കാര്യത്തിൽ അയാളെ ട്രാക്ക് ചെയ്യാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിട്ടുണ്ട്. നേരത്തെ 10 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണമെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 20ഓളം സംഘങ്ങൾ ഈ പ്രതിക്കായി തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇയാളുടെ മുഖം വ്യക്തമായി തന്നെ CCTVയിൽ പതിഞ്ഞതിനാൽ അതിവേഗത്തിൽ ഈ പ്രതിയിലേക്ക് എത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം പോലീസിന് ഉണ്ട്. എന്നാൽ പോലും ഇങ്ങനെ ഒരു പ്രതിക്ക് ഇതുപോലെ ഒരു സുരക്ഷയുള്ള ഒരു മേഖലയിൽ എല്ലാ കണ്ണുകളെയും വെട്ടിച്ച് എങ്ങനെ ഈ 12ാം നിലയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങളൊക്കെ തന്നെയുണ്ട്. ഒരുപക്ഷെ നേരത്തെ പലവട്ടം ഈ ബിൽഡിംഗിൽ വന്നിട്ടുണ്ടാവാം ഈ പ്രതി എന്നതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ ഈ ബിൽഡിംഗിന്റെ ഒരു ഘടനയെക്കുറിച്ച് ഇയാൾക്ക് നേരത്തെ തന്നെ നല്ല ബോധ്യമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, അങ്ങനെ തന്നെ 12ാം നില വരെ എത്തിയാലും വാതിൽ തുറന്ന് അകത്ത് കയറിയത് എങ്ങനെ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം നിരവധി ലോക്കുകളൊക്കെ ഉള്ള മുറിയാണ് ഈ സൈഫ് അലി ഖാന്റെ ഉള്ളത്. അങ്ങനെയെങ്കിൽ അതിനകത്തേക്ക് കയറുമ്പോൾ ഈ പ്രഥമദൃഷ്ട്യാ ഏതെങ്കിലും തരത്തിൽ ഒരു ഫോഴ്സ്ഫുൾ എൻട്രി നടന്നതായുള്ള സൂചനകളൊന്നുമില്ല. അങ്ങനെയെങ്കിൽ അകത്ത് നിന്ന് ആരുടെയെങ്കിലും സഹായം കിട്ടിയോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് സംശയിക്കുന്നുണ്ട്. ഇന്നലെ സൈഫ് അലി ജീവനക്കാരെ ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് അവരെ വിട്ടയച്ചിട്ടുണ്ട്. എന്നാൽ സംശയം പൂർണ്ണമായി മാറിയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതേസമയം നടന്റെ ആരോഗ്യനില ഭേദപ്പെട്ട് വരുന്നുണ്ട്. ഇന്നലെ നട്ടലിൽ ഒരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു. അതിൽ നിന്നൊക്കെ അദ്ദേഹം വളരെ വേഗത്തിൽ ഭേദപ്പെടുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ആശുപത്രി വിടാനും ആയേക്കും. ശരി. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ സൈഫ് അലി ഖാൻ സേഫായി വീട്ടിലെത്തട്ടെ. ഈ ബോളിവുഡിന്റെ നമ്മൾ ഇപ്പൊ ഇവിടെ പറയുന്ന പോലെ ബോളിവുഡിന്റെ ഒരു സ്റ്റൈൽ ഐക്കൺ കൂടിയാണ് സൈഫ് അലി ഖാൻ. രണ്ടുപേരും അങ്ങനെ തന്നെയാണ് അല്ലേ?